ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിയോട് ഇന്നലെ നമ്മളെ MLA മൊഹസിൻ ഒന്ന് പറഞ്ഞു എന്ന് കരണത്തടിക്കും എന്ന് പറഞ്ഞില്ലായിരുന്നു. ഒരു പ്രസ്താവന ഇന്ന് വിവാദമായിരിക്കുക. ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിയോട് പട്ടാമ്പി MLA മുഹമ്മദ് മോഹസിൻ നടത്തിയ ഒരു ഭീഷണി, അതായത് തന്റെ സഹോദരിയോട് സെക്രട്ടറി മോശമായി പെരുമാറിയെന്ന് ആരോപിച്ചായിരുന്നു ഈ ഭീഷണി മുഴക്കിയത്. വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു ആവശ്യത്തിനായിട്ടാണ് MLAയുടെ സഹോദരി ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറി ജഗദീഷിന് മുമ്പാകെ എത്തിയത്. വിദ്യാഭ്യാസ യോഗ്യതയുടെ പേരിൽ സെക്രട്ടറി അപമാനിച്ചു എന്നാണ് MLAയുടെ ആരോപണം. ഒരു കാര്യം പറയുന്ന ആദ്യം കേൾക്കും, ഞാൻ താങ്കളെ ഒരു റെക്കമെൻഡേഷന് വിളിച്ചിട്ടില്ല. ഇല്ല, അവര് നോർമലായിട്ട് കാര്യം നടക്കുകയാണെങ്കിൽ നടന്നോട്ടെ എന്ന് കരുതിയിട്ടു. പക്ഷെ താങ്കൾ അവര് വന്നപ്പോ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും അവരുടെ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞ് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. തനിക്ക് എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ട് എന്നോട് പ്രശ്നം വീട്ടിലെ ഒരു മിനിറ്റ് കേൾക്കടോ, വീട്ടിലെ സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറാൻ അറിയില്ലെങ്കിലും അടിച്ച് മൊന്ത പൊളിക്കും. അടിച്ച് പൊളിച്ച് കളയുന്ന ഈ പഞ്ചായത്തിലെ ചില സെക്രട്ടറിമാരും ചില ഉദ്യോഗസ്ഥരും എനിക്കും ഉണ്ടായിട്ടുണ്ട് സമാനമായ ബുദ്ധിമുട്ട്. ഒരു പ്രാവശ്യം ഞാനവിടെ ഇരിക്കുമ്പോൾ എൻ്റെ 1950 കാലത്തുള്ള എൻ്റെ ബിൽഡിങ് കാരമൂല അങ്ങാടിയിലുണ്ട്. ഈ ബിൽഡിങ് ആധാരത്തിലില്ല എന്നും പറഞ്ഞുകൊണ്ട് ആദ്യം കൊടുത്തൊരു ലെറ്റർ 10 ദിവസത്തിനുള്ളിൽ അത് വന്നിട്ടില്ലെങ്കിൽ നടപടിയെടുക്കും. അത് കാരണം എൻ്റെ അനിയൻ ഇതും കൊണ്ട് 6 മാസം നടത്തിച്ച് വരും. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എന്നോട് പറഞ്ഞാൽ സെക്രട്ടറിയോട് പറയുന്നു, സെക്രട്ടറിയുടെ അടുത്ത് ഞാൻ ചെന്ന്, നല്ല സെക്രട്ടറി നിങ്ങളൊരു കത്തയക്കുകയാണെങ്കിൽ അതിൻ്റേതായ കാര്യങ്ങളോട് ഒരു പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൂടെ, ഇതിങ്ങനെ നടത്തിക്കണമെന്ന് വെച്ച്. അതിൽ ഞാനല്ല, ക്ലർക്ക് ഒരു യൂസഫ്, കാരശ്ശേരി പഞ്ചായത്ത് അതേ പറയുന്നത്, അന്നൊരു യൂസഫ് ഉണ്ടായിരുന്നു. യൂസഫ് വിളിക്കാൻ പറഞ്ഞ് യൂസഫിനെ വിളിച്ചപ്പോൾ എന്നോട് പറയാം, ഒരു ഇവിടെ നടക്കാൻ വയ്യെങ്കിൽ നമ്മൾ മേലോട്ട് നടത്തിക്ക സാറെന്ന് പറഞ്ഞ്. അതിൽ ഞാൻ അവൻ്റെ കോളറ പിടിച്ച് വലിച്ചു കണ്ടിട്ട് അങ്ങനെ സീനായി ഇവർ കേസ് കൊടുത്ത്. കേസ് കൊടുത്തതേ ഒരു ഓർമ്മ ഉണ്ടായുള്ളൂ. അതിൽ അപ്പുറമുള്ള കേസ് ഞാനും അവിടെ ഒപ്പിച്ചുകൊണ്ട് അവിടെ എല്ലാവർക്കും അറിയാം, മുക്കത്ത് ഞങ്ങളങ്ങ് തല്ലായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി. ചോര് ചുക്ക് ഓലിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. മാത്രമല്ല ലാസ്റ്റ് ഓല് കേസ് പിൻവലിക്കേണ്ടി വന്ന് എൻ്റെ പേരിൽ കൊടുത്തു, അതേപോലെ തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇമാതിരി ചില സെക്രട്ടറിമാരുണ്ടല്ലോ, അതേമാതിരി വില്ലേജ് ഓഫീസർമാർ കൈക്കൂലിക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിക്കണേ. ഇപ്പം ആ മോഹസിൻ MLA ഒരു MLA ആണ്. ഐഡൻറ്റിറ്റി ആ പെങ്ങൾ അവിടെ പറഞ്ഞിട്ടില്ല MLAൻ്റെ പെങ്ങളാണ്. സാധാരണ ആൾക്കാരെ മാതിരി പോയതാ. ഇങ്ങനെ ആൾക്കാരെ അവഹേളിക്കുന്ന, ഇപ്പം ഇന്നലെ ഈ നിൽക്കണ മോൻ കാണിക്കാൻ തയ്യാറാകുന്നില്ല. നികുതി അടക്കാത്തതുകൊണ്ട് ഈ കാരശ്ശേരി പഞ്ചായത്തിൽ മാർച്ച് 31 വിളിക്കുക, നികുതി ഇന്ന് അടച്ചില്ലേ കോടതിയിൽ അടക്കേണ്ടി വരും കേട്ടോ എന്ന്. പെരുന്നാളിൻ്റെ അന്ന്, അതും ഇവിടുത്തെ പെരുന്നാൾ അന്ന് 2 ദിവസം മുമ്പ് കഴിഞ്ഞ ആ ദിവസം ഈ വൃത്തികെട്ട ഓഫീസർമാരെ നിലക്ക് നിർത്തിയിട്ടില്ലാലും മുഖത്തല്ല അവരെ അടിച്ചു കയറിച്ച ഒരു ചുക്കും വരാനൊന്നുമില്ല. കുറച്ചൊന്ന് പുറത്തുനിന്ന് അടിച്ചാൽ മതി, അതിൻ്റെ ഉള്ളിൽ നിന്ന് അടിക്കേണ്ടതേ ഉള്ളൂ. ഞാനാണേലും അതേ ചെയ്യുള്ളൂ കേട്ടോ.